അപ്പോൾ ഹൈ ഗൈസ്, അൻഷാദാണ് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് മൈ തിങ്സ്. അപ്പോൾ നമ്മൾ ഉയിർ എന്ന മൂവി കണ്ടു. ആക്ച്വലി ഞാൻ കാണുന്നതിന് മുമ്പ് ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടാണ് ഈ പടത്തിന് പോയത്. പക്ഷേ കാണണ്ടായിരുന്നു, മീൻസ് പടമല്ല, റിവ്യൂസ് കാണണ്ടായിരുന്നു. എല്ലാ റിവ്യൂസിലും അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു മൂവിയായിരുന്നു ഉയിർ. പക്ഷേ ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി പടം ഭയങ്കരമായിട്ട് വർക്കായി. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ട്രെയിലർ കണ്ടിട്ട് പോകുമ്പോൾ അത്ര ഒരു ചടുലത ഇല്ലെങ്കിൽ പോലും ആക്ച്വലി പടം ഇഷ്ടപ്പെടും. എസ്പെഷ്യലി നമ്മൾ ക്ലൈമാക്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീലായിരിക്കും ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ. പിന്നെ നമുക്ക് ആദ്യം തൊട്ടേ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് കയറുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ആക്ച്വലി ഞാൻ സംസാരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു റിവ്യൂവർ അല്ലെങ്കിൽ സിനിമയെ കീറി മുറിച്ച് അങ്ങനെ ഒരു സംഭവമല്ല. ഞാൻ ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് ഞാൻ പോയി കണ്ടു, 150 രൂപ മുടക്കി കണ്ടു. ഞാൻ ട്രെയിലർ കണ്ടിട്ടാണ് പോയി കണ്ടത്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് എത്രത്തോളം ഈ ട്രെയിലറൊക്കെ ആയിട്ട് എത്രത്തോളം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പടം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ റിവ്യൂസ് ഒന്നും കാണണ്ട, നേരെ പോവുക, പടം കാണുക, എൻജോയ് ചെയ്യുക. നമുക്ക് അത്യാവശ്യം ഫാമിലി ആയിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വൾഗറായിട്ടുള്ള സീൻസ്, ചെറുതായിട്ട് ഒരു സീനൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലി ആയിട്ട് തന്നെ കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ഉയിർ. ഇടയ്ക്ക് കുറച്ച് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി ലെങ്ത് വേണമെങ്കിൽ കുറയ്ക്കായിരുന്നു തോന്നി. അതല്ലാണ്ട് നമുക്ക് നെഗറ്റീവായിട്ടൊന്നും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള യാതൊരു ചോയ്സും ഇല്ല പടത്തിൽ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ടതിൻ്റെ ക്യാമറ വർക്ക്, അതുപോലെ BGM, ആക്ടിങ്, എല്ലാവരുടെ പെർഫോമൻസ് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊരു സീരിയൽ കാണുന്ന പോലെ അങ്ങനത്തെ ഫീലൊന്നുമില്ല. നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റി മൂവി എടുത്ത് വെക്കുന്ന രീതി തന്നെ എല്ലാ രീതിയിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് വർക്കായി. നിങ്ങൾ ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ ട്രെയിലർ കണ്ട് ഈ പടം കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവുക കാണുക. പ്രത്യേകിച്ച് റിവ്യൂവറിൻ്റെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ളൊരു ഒരു സാധനം മാത്രമല്ല, അല്ലാണ്ട് നമ്മളതിനെ കീറി മുറിച്ച് അറുത്ത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മളത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് ഓർത്തായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റോഷൻ ആക്ടിങ് ഒക്കെ കിഡിലൻ. എന്നുവെച്ചാൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. ഓവറോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ ചിന്തിക്കൊന്നും വേണ്ട, നേരെ പോവുക, സിനിമ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് നാളായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയെ ഒത്തിരി പേര് നശിപ്പിക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ റിവ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോകുന്നത്, കേട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് നേരെ ഓപ്പോസിറ്റ്. ഞാൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഭയങ്കര ഒരു ഫീലായിരുന്നു. അത് മസ്റ്റ് വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സിന് വേണ്ടി മാത്രം വേണമെങ്കിൽ കാണാൻ വേണമെങ്കിൽ. പിന്നെ എല്ലാവരും എന്നുവെച്ചാൽ ട്വിസ്റ്റ് കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഫീലുണ്ട്, നമുക്ക് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു ഫീലുണ്ട്. പിന്നെ എന്നാൽ ചെറിയൊരു വിങ്ങൽ അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു മൂവിയാണ്. അപ്പോൾ എന്തായാലും പോയി എൻജോയ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ, അൻഷാദ്.